ഹലോ, വീണ്ടും ഒരു പുതിയ വെറൈറ്റി ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ തന്നെ ഓൺ ക്രിയേഷനാട്ടോ. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി ആരെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സംഭവം കിടുവായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ തന്നെ ഇതിന് പേരിട്ടേക്കുന്നത് ഒനിയൻ ബ്രോസ്റ്റഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ സവാള ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഇത്രയും കനത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് ഓരോരോ പീസുകളാക്കി ഇങ്ങനെ എടുക്കണം. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം. മുറിഞ്ഞാലൊന്നും കുഴപ്പമില്ല. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കണം. അതിലേക്ക് ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അധികം ലൂസ് ആവാതെ എന്നാൽ അധികം കട്ടിയാവാത്ത ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് കേട്ടോ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി വേണ്ടുന്നത് നമുക്ക് വേറൊരു സാധനമാണ്. ഇതെന്താണ്, അരിപ്പൊടിയൊന്നുമല്ല, മൈദയാണ് കേട്ടോ. 1 കപ്പ് മൈദ ഇതേപോലെ ഒരു വിസ്താരമുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആ ഒരു മൈദപ്പൊടിക്ക് ആവശ്യമായ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈവച്ച് എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ് പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിന് തയ്യാറാക്കിയെടുക്കണം. നമ്മൾ ഓരോരോ റിങ്സ് എടുക്കുക. നമ്മൾ ഒണിയൻ വളകൾ ഇങ്ങനെ എടുക്കുക. വള എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ ബാറ്ററിനകത്ത് ഇട്ട് ഇത് എല്ലാ സൈഡിലും നല്ലതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ആക്കിയെടുക്കുക. ഞാൻ വീഡിയോ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ആദ്യം ഇങ്ങനെ കാണിച്ചത്. എന്നിട്ട് നമ്മൾ ആ മൈദയിൽ ഇട്ട് കൊടുക്കുക. അതും നല്ലതുപോലെ മൈദ മാവിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ബ്രോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മൈദയിലിട്ടിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ആക്കിയിട്ടിട്ട് കൈവച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്ത് ഒന്ന് കുടയുമ്പോഴത്തേക്ക് ആ ബ്രോസ്റ്റഡിൻ്റെ ആ ഒരു അവിടെ ഇവിടെയും ഇല്ല പൂ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലെക്സ് പറ്റിയിരിക്കുന്നത് പോലെ കിട്ടത്തില്ലേ, അതുപോലെ ആയി കിട്ടും. ഇത് ഞാനിപ്പം 2 തവണ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരെണ്ണം മാത്രമേ ഞാൻ 2 തവണ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓരോ തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2 തവണ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ മാവ് അതിനകത്തായിരിക്കും. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതേപോലെ എന്ത് ചെയ്യുക, 2ാമത്തെ തവണ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ മൈദപ്പൊടിയിലിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഒന്ന് കുടഞ്ഞാൽ നമുക്ക് ആ ബ്രോസ്റ്റഡിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ബ്രോസ്റ്റഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ആ കോൺഫ്ലെക്സ് പോലെ ഇങ്ങനെ പൊങ്ങി ഇരിക്കത്തില്ല, ആ ഒരു പരുവത്തിലായിക്കിട്ടും. ഇതേപോലെ ആയിക്കിട്ടും. ഇനി നല്ല തിളച്ച എണ്ണയിലോട്ട് ഇതൊന്നിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സൺഫ്ലവർ ഓയിലോ എടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ അത് വെച്ച് തയ്യാറാക്കി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മളതിലുള്ള സാധനം വെച്ചല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യുക, ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കത് വെന്ത് കിട്ടും. എന്നിട്ട് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ അപ്പുറത്തെ സൈഡും തിരിച്ചിട്ടൊക്കെ കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ബ്രോസ്റ്റഡിൻ്റെ ആ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത്. അധികം എണ്ണ കുടിക്കാത്ത ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എണ്ണയൊക്കെ ഒഴിച്ച് മൈദയിലായത് ഹെൽത്തി ഒന്നുമില്ല. വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഹെൽത്തി ഒന്നുമല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയെല്ലാം ഞാനിങ്ങനെ വറുത്ത് കോരുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം വറുത്ത് കോരിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാം കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറത്ത്. നല്ല രസമാണ് കടിച്ച് കഴിക്കാനായിട്ട്. ആ കടലമാവിൻ്റെ ടേസ്റ്റൊക്കെ നല്ല സൂപ്പറായിട്ട് വരും. ഉള്ളി ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ ഉള്ളിയുടേതായ ആ ഒരു കശപ്പില്ല, ആ ഒരു ചെവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലതുപോലെ ഉള്ളി വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ്. ഇനി ടൊമാറ്റോ സോസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.